എത്ര നാൾ വേണമെങ്കിലും യുദ്ധം തുടരേണ്ടി വന്നാലും ഞങ്ങൾ ചെറുത്ത് നിൽക്കുമെന്ന് പറയാൻ കഴിയുന്ന വിധത്തിൽ ഇറാൻ ശക്തമാണ്. ലോക രാജാവ് തന്നെ ആവശ്യപ്പെടുകയാണ്. എന്താണ് ഈ സ്വന്തം സഖ്യകക്ഷിയോട് അവിടെ യുദ്ധം നിർത്തുമെന്ന്. ഈ രീതിയിലുള്ള ഒരു വിരോധാഭാസം നമ്മൾ വേറെ എവിടെയും ലോകത്ത് കാണില്ല. കാരണം ഇവർ ചേർന്നാണ് ഇറാനെ ആക്രമിക്കുന്നു, ഒന്നിച്ച് ആക്രമിക്കുന്നു. അതിൽ പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ അമേരിക്കയ്ക്കുണ്ടാകുന്നു, ലോക സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ടാകുന്നു. ഇത് മുഴുവൻ സംഭവിച്ചു കഴിഞ്ഞിട്ട് ഒരു ഘട്ടം എത്തുന്ന സമയത്ത് സമാധാന കരാറിലേക്ക് അങ്ങനെ ഒരു ഉടമ്പടി സാധ്യമാകുമെന്ന് തോന്നൽ വരുന്ന സമയത്ത് വളരെ പ്ലാൻഡായിട്ട് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് അറ്റാക്ക് ഉണ്ടാകുന്നു. അവരെ നിയന്ത്രിക്കുക എന്നതിൻ്റെ ഉത്തരവാദിത്തം, അല്ലെങ്കിൽ അവർക്ക് മേൽ ഒരു കാര്യങ്ങൾ നടപ്പാക്കാനുള്ള ഒരു അധികാരം നേടുക എന്നതിൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടി ട്രംപിന് വരികയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വളരെ വിചിത്രമായൊരു സാഹചര്യമാണ്. ആരുടെ താല്പര്യമാണ് ഇതിൽ യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചത് എന്നതിൻ്റെ വളരെ വ്യക്തമായ ഒരു ചിത്രമാണ് അത് കിട്ടുന്നത്. ഇതുപോലെ അമേരിക്ക നാണം കെടാൻ വേറെയില്ല എന്നതും കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ മൊത്തം യുദ്ധം ഈ 100 ദിവസം പിന്നിട്ട സമയത്ത് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും യഥാർത്ഥത്തിൽ ഇറാന് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ വലിയ തോതിൽ ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. ആർട്ടിലറി അവർക്ക് നഷ്ടം വന്നിട്ടുണ്ട്. അവരുടെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ശരിയാണ്. പക്ഷേ അതേസമയം തന്നെ പരമമായ ഒരു ലക്ഷ്യം, അവിടുത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് റഷീം ചേഞ്ച് ആയിരുന്നു. റഷീം ചേഞ്ച് നടന്നില്ല എന്നുള്ളത് മാത്രമല്ല, വളരെ ശക്തമായി ഇപ്പോഴും ഇനി എത്ര നാൾ വേണമെങ്കിലും യുദ്ധം തുടരേണ്ടി വന്നാലും ഞങ്ങൾ ചെറുത്ത് നിൽക്കുമെന്ന് പറയാൻ കഴിയുന്ന വിധത്തിൽ ഇറാൻ ശക്തമാണ് എന്നുള്ളതാണ്.